Hi students, welcome back to Social Science Classroom. We are discussing 7th chapter, Earth and Biosphere. In the last class we discussed about the lithosphere. Some of human activities that destructing the soil resources. Examples are sand mining from rivers, destruction of hills, etc. That we discussed in the last class, and we also discussed the alternatives. Okay, today let us discuss the next heading, hydrosphere. We already said that the biosphere is the composition of three: lithosphere, hydrosphere, and atmosphere. Among them we discussed about the lithosphere, and today we are going to discuss the second heading, hydrosphere. Ready? Let us read it. Hydrosphere. You have already understood that 2/3 of surface of earth is water. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഭൂമിയുടെ 1/3, ഭൗമോപരിതലത്തിൻ്റെ 2/3 2/3 of surface of earth, 2/3 എന്താണ്? വെള്ളമാണ്. ഭൗമ ഉപരിതലത്തിൻ്റെ 2/3 വെള്ളമാണ്. Water in liquid state is found in oceans, rivers, lakes and streams, on the earth's surface and below it as well. ഈ വെള്ളത്തിൻ്റെ ലിക്വിഡായിട്ടുള്ള രൂപം, വെള്ളം എന്നുള്ളത് 3 രൂപത്തിലും കാണപ്പെടുന്നുണ്ട്. വെള്ളം ലിക്വിഡ് ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്നുണ്ട്, സോളിഡ് ഖരരൂപത്തിൽ കാണപ്പെടുന്നുണ്ട്, ആൻഡ് ഗ്യാസ് വാതക രൂപത്തിലും കാണപ്പെടുന്നുണ്ട്. അതിൽ ലിക്വിഡ് സ്റ്റേറ്റിൽ അഥവാ ദ്രാവക രൂപത്തിൽ കാണപ്പെടുന്ന വെള്ളം എവിടേക്കാണുള്ളത്? ഇസ് ഫൗണ്ട് ഇൻ ഓഷ്യൻസ്, സമുദ്രത്തിലുണ്ട്, റിവേഴ്സ്, ലേക്ക്, സ്ട്രീംസ്, ഓൺ ദ എർത്ത് സർഫേസ് ആൻഡ് ബിലോ ഇറ്റ് ആസ് വെൽ. ഭൗമോപരിതലത്തിലും ഭൂമിക്കുള്ളിലുമായിട്ടൊക്കെയാണ് ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വെള്ളം കാണപ്പെടുന്നത്. While water is found in solid state, സോളിഡ് രൂപത്തിലും കാണപ്പെടുന്നുണ്ട്. എവിടെയാണ്? ഇൻ പൊളാർ റീജിയൻസ്, അല്ലേ? ഐസായിട്ട് കാണപ്പെടുന്നതാണ് എന്ത്? സോളിഡ് സ്റ്റേറ്റിൽ കാണപ്പെടുന്ന വെള്ളം എന്ന് പറയുന്നത്. അതെവിടെയുള്ളത്? പൊളാർ റീജിയൻസ്, ധ്രുവപ്രദേശങ്ങളിലാണുള്ളത്. അറ്റോപ്പ് ഹൈ മൗണ്ടൻസ്, ഉയരം കൂടിയ പർവ്വതങ്ങൾക്ക് മുകളിൽ, അല്ല ഹിമാലയത്തിൻ്റെ മുകളിലൊക്കെ എന്താണ്? ഐസായിട്ട് കിടക്കുകയാണ് വെള്ളം. അപ്പോൾ എന്താണ് അവിടെ? ഏത് രൂപത്തിലാണുള്ളത്? സോളിഡ് രൂപത്തിലാണ്. ഇറ്റ് എക്സിസ്റ്റ് ആസ് വാട്ടർ വേപ്പർ ആൻഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ അറ്റ്മോസ്ഫിയർ. ദെൻ വാതക രൂപത്തിൽ കാണപ്പെടുന്നത് എവിടെയാണ്? അറ്റ്മോസ്ഫിയറിലാണ്. ഏത് രൂപത്തിലാണ്? വാട്ടർ വേപ്പർ ആൻഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടാണ്, അല്ലേ? നീരാവിയായിട്ടാണ് ഇവിടെ കാണപ്പെടുന്നത്, അന്തരീക്ഷത്തിൽ കാണപ്പെടുന്നത്. വാട്ടർ ഫൗണ്ട് ഓൺ ദ എർത്ത് ഇൻ ദ സെഡ് ഫോം ഈസ് കോൾഡ് ഹൈഡ്രോസ്ഫിയർ. ഇങ്ങനെ ഭൗമോപരിതലത്തിൽ കാണപ്പെടുന്ന എല്ലാ ജലരൂപങ്ങളെയും ചേർത്തിട്ടാണ് എന്ത് പറയുന്നത്? ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഈ രൂപത്തിലുള്ള വെള്ളമെല്ലാം കൂടി ചേർത്തിട്ടാണ് ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹൈഡ്രോസ്ഫിയർ എന്ന് പറയുന്നത് ഭൂമിയിലുള്ള മുഴുവൻ ജലസ്രോതസ് പെടുന്നതാണ്. അതിലേതൊക്കെ പെടുന്നുണ്ട്? ലിക്വിഡ് ആയിട്ട് കാണപ്പെടുന്ന ജലസ്രോതസ് പെടുന്നുണ്ട്, സോളിഡായിട്ട് കാണപ്പെടുന്ന ജലസ്രോതസ് പെടുന്നുണ്ട്, ദെൻ ഗ്യാസ് ഫോമിൽ കാണപ്പെടുന്നത് ഉണ്ട്, എല്ലാം ഉണ്ട്. എല്ലാം മൊത്തത്തിലുള്ള ജലസ്രോതസ് എല്ലാം കൂടി ചേർത്തിട്ട് പറയുന്ന പേരാണെന്ത്? ഹൈഡ്രോസ്ഫിയർ. ഓക്കെ, ദ നെക്സ്റ്റ്, പ്രഷ്യസ് ഫ്രഷ് വാട്ടർ, അല്ലേ? ശുദ്ധജലം നോക്കുക നമ്മൾ. ഫ്രഷ് വാട്ടർ ഈസ് ഇൻ്റഗ്രൽ ടു ദ എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ്. ജീവൻ നിലനിൽക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നതാണ് എന്ത്? ശുദ്ധജലം. ഈവൻ ദ 2/3 ഓഫ് ദ സർഫേസ് ഓഫ് എർത്ത് ഇസ് വാട്ടർ, ഓൺലി 3% ഓഫ് ഇറ്റ് ഈസ് ഫ്രഷ് വാട്ടർ. ഭൂമിയുടെ 2/3 വെള്ളം കൊണ്ട് കവർ ചെയ്യപ്പെട്ടതാണെങ്കിലും അതിലെത്രയുള്ളൂ? ആ വെള്ളത്തിൻ്റെ 3% മാത്രമേ എന്തുള്ളൂ? ഫ്രഷ് വാട്ടർ ഉള്ളൂ, ശുദ്ധജലമുള്ളൂ. ഡു യു നോ ദാറ്റ് ലെസ് ദാൻ 1% ഓഫ് ഫ്രഷ് വാട്ടർ ഇസ് അവൈലബിൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ? ഭൂമിയുടെ 2/3 വെള്ളമാണ്, അല്ലേ? ആ വെള്ളത്തിൻ്റെ 3% മാത്രമേ എന്തുള്ളൂ? ശുദ്ധജലമുള്ളൂ. ആ 3%-ൽ നിന്ന് 1% മാത്രമേ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന ശുദ്ധജലമുള്ളൂ. അഥവാ വെള്ളം സർവത്ര, തുള്ളി കുടിപ്പാൻ ഇല്ലത്ര. കേട്ടിട്ടില്ലേ? അതുതന്നെയാണ് സത്യം. ഭൂമിയുടെ 2/3 വെള്ളമാണ്, അതിലാകെ 3% മാത്രമാണ് ശുദ്ധജലമുള്ളത്. അതിലാകെ 1%-ൽ താഴെയാണ് എന്തുള്ളത്? ജനങ്ങൾക്ക് ലഭ്യമാകുന്ന വെള്ളമുള്ളത്.
This scarce quantity of water is obtained from rivers, pond, lake, wells, etc. ഈ 1% എവിടെയൊക്കെയാണുള്ളത്? റിവേഴ്സ്, നദികളിലും, പോൺസ്, കുളങ്ങളിലെ, ലേക്സ്, തടാകങ്ങളിൽ, വെൽസ്, കിണറുകളിൽ, ഇതിലൊക്കെയാണ് ഈ 1% ഉള്ളത്. റെസ്റ്റ് ഓഫ് ദ വാട്ടർ ഇസ് ഫൗണ്ട് ഇൻ ദ സോൾട്ട് സ്റ്റേറ്റ് ഇൻ പോളാർ റീജിയൻസ്. ബാക്കിയുള്ള ശുദ്ധജലം എവിടെയാണ്? ബാക്കി 2% ശുദ്ധജലം പോളാർ റീജിയൻസിൽ ഐസായിട്ട് കിടക്കുകയാണ്. ആൻഡ് അറ്റോപ്പ് മൗണ്ടെയ്ൻസ്, പർവ്വതങ്ങൾക്ക് മുകളിലും അതുപോലെ തന്നെ ധ്രുവ പ്രദേശങ്ങളിലുമൊക്കെ ഐസായിട്ട് കിടക്കുകയാണ് ബാക്കി 2%. അത് ജനങ്ങൾക്ക് നേരിട്ട് ലഭിക്കുന്നതല്ല. ലഭിക്കുന്നത് എത്ര ശതമാനം മാത്രമേ ഉള്ളൂ? 1% മാത്രമേ ഉള്ളൂ. There are many limitations in using underground water. അല്ലേ? അപ്പം നമ്മൾ ഈ പറഞ്ഞ 1%-ൻ്റെ ഒരു ഭാഗം കിടക്കുന്നത് കിണറുകളിലാണ്. നമുക്കൊക്കെ ശുദ്ധജലം കിട്ടുന്ന ഒരു പ്രധാന സ്രോതസ് എന്താണ്? അണ്ടർഗ്രൗണ്ട് വാട്ടറാണ്. ഭൂമിക്കടിയിലുള്ള വെള്ളം നമ്മൾ കിണർ കുത്തിയിട്ടെടുക്കുന്നതാണ്, അല്ലേ? ദർ ആർ മെനി ലിമിറ്റേഷൻസ് ഇൻ യൂസിങ് അണ്ടർഗ്രൗണ്ട് വാട്ടർ. അണ്ടർഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കുന്നതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് കിണർ കുഴിച്ച് കിട്ടിയിട്ട് വേണം, അല്ലേ? സോ ദ നെക്സ്റ്റ് ഹെഡിങ് വാട്ടർ സ്കേഴ്സിറ്റി. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് അനുഭവിക്കുന്നുണ്ട്? ശക്തമായ ജലക്ഷാമം നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നുണ്ട്. നോക്കാം. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് മാൻസ് ഇൻഡിസ്ക്രീറ്റ് ഇൻ്റർവെൻഷൻ ഓൺ നേച്ചർ ലീഡ്സ് ടു ദ വാട്ടർ സ്കേഴ്സിറ്റി. എന്തുകൊണ്ടാണ് വലിയ രീതിയിലുള്ള ജലക്ഷാമം ഉണ്ടാകുന്നത്? മനുഷ്യൻ്റെ അസന്തുലിതമായിട്ടുള്ള ഇടപെടൽ കൊണ്ടാണ് ഈ ഭൂമിയിൽ ഇത്ര വലിയ ജലക്ഷാമം ഉണ്ടാകുന്നത്. ദർ ഇസ് ഓൾറെഡി എ ഷോർട്ടേജ് ഓഫ് ഫ്രഷ് വാട്ടർ. അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തുണ്ട്? ശുദ്ധജലത്തിന് ക്ഷാമമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ആകെ 3% ഉള്ളൂ ശുദ്ധജലം. മാൻസ് അൺസയൻറ്റിഫിക് ഇൻ്റർവെൻഷൻ മേക്ക് ഇറ്റ് ഓൾ ദ മോർ സ്കേഴ്സ്. ജനങ്ങളുടെ അശാസ്ത്രീയമായ ഇടപെടലുകൾ ഈ 1% തന്നെ കിട്ടുന്നത് എന്താക്കുകയാണ്? ഇല്ലാതാക്കുകയാണ്. അഥവാ ജല ദൗർബല്യം കൂടുതൽ രൂക്ഷമാക്കുകയാണ് മനുഷ്യൻ്റെ ഇടപെടലുകൾ. ആർ ദ ഫ്രഷ് വാട്ടർ സോഴ്സ് ഓഫ് യുവർ ലൊക്കാലിറ്റി ബീങ് പൊല്യൂട്ടഡ്? നിങ്ങളുടെ പ്രദേശത്തുള്ള ശുദ്ധജലത്തിൻ്റെ സ്രോതസ്സുകൾ മലിനമാക്കപ്പെട്ടിട്ടുണ്ടോ? കുളങ്ങളും പുഴകളും തടാകങ്ങളും കിണറുകളും ഒക്കെ മലിനമാക്കപ്പെടുന്നുണ്ടോ എന്നാണ് ചോദ്യം. നമ്മുടെ പ്രദേശത്തുള്ള പുഴകളെ, കുളങ്ങളെ, തടാകങ്ങളെ, അതുപോലെ തന്നെ കിണറുകളുമൊക്കെ മലിനമാക്കപ്പെടുന്നുണ്ടോ? അല്ലേ? ഡോണ്ട് യു വാണ്ട് ടു നോ ഹൗ ദിസ് ആർ പൊല്യൂട്ടഡ്? എങ്ങനെയാണിത് പൊല്യൂട്ട് ആവുന്നത്, എങ്ങനെയാണിത് മലിനമാകുന്നത് എന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? ലെറ്റ് us ഹാവ് എ സ്റ്റഡി ഓൺ ദാറ്റ്. നമുക്കതിനെക്കുറിച്ച് പഠിക്കാം. അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കൊരു പ്രോജക്റ്റ് തയ്യാറാക്കാം. എന്തിനെക്കുറിച്ചിട്ടാണ്? നമ്മുടെ പ്രദേശത്തുള്ള ജലസ്രോതസ്സുകൾ, ശുദ്ധജല സ്രോതസ്സുകൾ, അഥവാ ഏതൊക്കെയാണ്? പുഴകളും തടാകങ്ങളും കുളങ്ങളും കിണറുകളും ഒക്കെ മലിനമാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമുക്കൊരു പഠനം നടത്താം. ഓക്കെ, ആ പഠനം നടത്തുമ്പോൾ നമുക്ക് അതിൽ എന്തെല്ലാം ഉൾപ്പെടുത്താം? മേജർ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ഇൻ ദ റീജിയൻ. നിങ്ങളുടെ പ്രദേശത്ത് പ്രധാനപ്പെട്ട ജലസ്രോതസ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്താം. സോഴ്സ് ഓഫ് പൊല്യൂഷൻ, അതൊക്കെ മലിനമാകാനുള്ള സ്രോതസ്സുകൾ എവിടെ നിന്നാണ് ഇതൊക്കെ മലിനമാകുന്നത് എന്ന് നോക്കാം. ഇഫക്ട്സ് ഓഫ് പൊല്യൂഷൻ ഓൺ മാൻ ആൻഡ് അതർ ആനിമൽസ്. ശുദ്ധജലം മലിനമാകുന്നത് കൊണ്ട് ജനങ്ങൾക്കും അതുപോലെ തന്നെ മൃഗങ്ങൾക്കും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ദെൻ സൊല്യൂഷൻസ്, അതില്ലാതെയാവാനുള്ള പരിഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. റെഡി? അപ്പോൾ എന്തുകൊണ്ടാണ് വെള്ളം മലിനമാകുന്നത്? അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നെന്താണ്? ഒന്ന്, ഭൂമിയിൽ ശുദ്ധജലത്തിൻ്റെ അളവ് വളരെ കുറവാണ്. അതിൽ തന്നെ മനുഷ്യന് ലഭ്യമാകുന്ന ശുദ്ധജലത്തിൻ്റെ അളവ് 1% താഴെയാണ്. ഇത് രണ്ടാമത്തെ എന്താണ്? ഉള്ള ശുദ്ധജല സ്രോതസ് തന്നെ മനുഷ്യൻ്റെ അശാസ്ത്രീയമായ ഇടപെടൽ കൊണ്ട് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ദെൻ ഇവിടെ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്താ എഴുതിയത്? ദ റെയിൻ വാട്ടർ ദാറ്റ് റൺ ഓഫ്. മഴ പെയ്യുന്ന വെള്ളമൊക്കെ പെട്ടെന്ന് എന്താണ്? ഒഴുകിപ്പോവുകയാണ്. നോക്കുക. ഇറ്റ് ഈസ് എസ്റ്റിമേറ്റഡ് ദാറ്റ് എ മേജർ chunk of rain water falling on the western Ghat reaches the sea within 2 days. വെസ്റ്റേൺ ഘാട്ടിൽ, പശ്ചിമഘട്ടത്തിൽ പതിക്കുന്ന മഴകളൊക്കെ, ആ മഴവെള്ളമൊക്കെ 2 ദിവസത്തിനുള്ളിൽ എവിടെ എത്തുന്നുണ്ട്? സമുദ്രത്തിലേക്ക് എത്തിച്ചേരുന്നുണ്ട്, അല്ലേ? മഴ പെയ്താൽ വെള്ളമൊക്കെ കുത്തിയൊലിച്ച് എന്താണ്? പുഴകളിലേക്ക് എത്തുകയാണ്. പുഴകളിൽ നിന്ന് അത് കുത്തിയൊലിച്ച് എവിടേക്ക് എത്തുകയാണ്? സമുദ്രത്തിലേക്ക് എത്തുകയാണ്. എവിടെയും വെള്ളം നിൽക്കുന്നില്ല എന്നുള്ളതാണ്. നോക്കാം. പ്രൊട്ടക്ഷൻ ഓഫ് ഫ്രഷ് വാട്ടർ സോഴ്സസ് ഹൈലി എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് ഓൾ ലൈഫ് ഫോംസ് ഇൻക്ലൂഡിംഗ് മാൻ. മനുഷ്യനുൾപ്പെടെ എല്ലാ ജീവികളുടെയും നിലനിൽപ്പ്
നിലനിൽപ്പ് സാധ്യമാകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും എന്ത് ചെയ്യണം? ശുദ്ധജല സ്രോതസ്സുകളെ നമ്മൾ സംരക്ഷിക്കേണ്ടതുണ്ട്. ലെറ്റ് us create awareness among the public regarding the need for the protecting fresh water source. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങളെ നമുക്ക് ബോധവൽക്കരിക്കാം. എന്തിനെക്കുറിച്ചിട്ടാണ്? ശുദ്ധജലം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമുക്ക് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കാം. ഓർഗനൈസ് എ മാർച്ച് ഓൺ വാട്ടർ കൺസർവേഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് യുവർ ടീച്ചർ. നമുക്ക് ജലസംരക്ഷണത്തെക്കുറിച്ച് അത് ഉത്ബോധിപ്പിക്കുന്ന ഒരു മാർച്ചൊക്കെ സംഘടിപ്പിക്കാം. ഇത്രയും പ്രധാനമാണ് അല്ലേ? കാരണം വെള്ളമില്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ജീവിക്കാൻ കഴിയില്ല. ആകെ കുറച്ച് വെള്ളമുള്ളത്, ആ വെള്ളം തന്നെ എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഉള്ളത് മലിനമായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടി നമ്മൾ എടുക്കേണ്ട ഒരു വിഷയമാണ് വാട്ടർ പൊല്യൂഷൻ. ഓക്കെ, ദെൻ സയൻറ്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെൻറ്റ്. ജലസംരക്ഷണത്തിനുള്ള ചില ശാസ്ത്രീയമായ രീതികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജലം സംരക്ഷിക്കുന്നതിനുള്ള ചില ശാസ്ത്രീയമായ രീതികൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. പ്രൊമോട്ട് ടെറേസ്ഡ് ഫാമിംഗ്. എന്താണ്? തട്ടുകളായിട്ട് കൃഷി ചെയ്യാം. ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് അല്ലേ? കുന്നിൻ ചെരുവുകളൊക്കെ എന്താക്കുക? തട്ടുകളാക്കി കൃഷി ചെയ്യാം. തട്ടുകളാക്കി കൃഷി ചെയ്താലുള്ള ഗുണം എന്താണ്? മഴ പെയ്യുന്ന വെള്ളം അതിൽ ഓരോ തട്ടിലും വെള്ളം തങ്ങി നിൽക്കും. നിന്നിട്ട് ആ വെള്ളം എന്ത് ചെയ്യും? ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങി പോകും. അങ്ങനെ ഊർന്നിറങ്ങി ഭൂമിക്കടിയിലെ ജലസ്രോതസ്സിലേക്ക് എത്തുമ്പോൾ ആ ഭൂമിക്കടിയിലെ ജലസ്രോതസ്സ് കൂടുതൽ സമ്പുഷ്ടമാവുകയും അതിലൂടെ നമ്മുടെ കിണറുകളിലേക്കൊക്കെ കൂടുതൽ ജലം എത്തുകയും ചെയ്യും. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? ടെറസ് ഫാമിംഗ്, തട്ടുകളാക്കി കൃഷി ചെയ്യാം. ദെൻ cultivate fruit bearing trees instead of crops like coconut and agnat that have fibrous roots along the rocky hilltop with shallow soil. എന്താണ്? കുന്നിൻ ചെരുവുകളിൽ എന്ന് പറഞ്ഞാൽ മണ്ണൊലിപ്പ് സാധ്യതയുള്ള കുന്നിൻ ചെരുവുകളിലെ തെങ്ങ്, കവുങ്ങൊക്കെ അതൊക്കെ ഫൈബ്രസ് റൂട്ട് സിസ്റ്റം ഉള്ളതാണ്. അതിന് പകരം എന്ത് ചെയ്യാം? സ്ട്രോങ് റൂട്ട് സിസ്റ്റമുള്ള ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ്, പ്ലാവ്, അതുപോലെ തന്നെ മാവ്, ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക. ഇതൊക്കെ ഇതിൻ്റെ വേര് വളരെ സ്ട്രോങ് ആണ്. വേര് വളരെ സ്ട്രോങ് ആണെങ്കിൽ എന്താണ്? മണ്ണൊലിപ്പ് തടയാൻ സഹായിക്കുന്നതാണ്. ദെൻ കെഞ്ചിങ് ഫോർ ദ തേസ്റ്റ് ഓഫ് സോയിൽ. എന്താണ്? മണ്ണിൻ്റെ ദാഹം മാറ്റം. കെഞ്ചിങ് ദ തേസ്റ്റ് ഓഫ് സോയിൽ, മണ്ണിൻ്റെ ദാഹം മാറ്റം. എന്താണ്? മണ്ണിൻ്റെ ദാഹം മാറ്റണമെങ്കിൽ എന്ത് വേണം? മണ്ണിലേക്ക് വെള്ളം എത്തണം, എന്നാലേ മണ്ണിൻ്റെ ദാഹം മാറുകയുള്ളൂ. ഇല്ലെങ്കിൽ ഭൂമിയൊക്കെ വരണ്ടുണങ്ങി പൊട്ടിപ്പിളർന്ന് ആ ഒരു രീതിയിലാണ് നിൽക്കുക. അപ്പം മണ്ണിലേക്ക് വെള്ളം എത്തണം. നോക്കാം. മോസ്റ്റ് ഹൗസസ് ഹാവ് കോൺക്രീറ്റ് കോർട്ട്യാർഡ്സ്. പല വീടുകൾക്കും എന്താണ്? മുറ്റം കോൺക്രീറ്റ് ചെയ്തിരിക്കുകയാണ്. സം പേവ് ദെയർ കോർട്ട്യാർഡ്സ് വിത്ത് ടൈൽസ്. ചിലരെന്താണ്? വീടിൻ്റെ മുറ്റത്തെ ടൈൽസോ ഇൻ്റർലോക്കൊക്കെ ഇടുകയാണ്. ദേ ആർ പെർമനൻ്റ്ലി ബ്ലോക്കിംഗ് ദ ചാൻസസ് ഫോർ വാട്ടർ ടു പെർക്കുലേറ്റ് അണ്ടർഗ്രൗണ്ട്. അതെന്താണ്? ഭൂമിക്കടിയിലേക്ക് വെള്ളം ഊർന്നിറങ്ങിപ്പോകുന്നതിനെ തടസ്സപ്പെടുത്തുന്നതാണ്, കോൺക്രീറ്റ് ഇടാണെങ്കിലും ടൈൽസ് ഇടാണെങ്കിലും. ഇൻസ്റ്റെഡ് ഓഫ് ദിസ്, അതിന് പകരം എന്ത് ചെയ്യാം? ലേ റോക്ക് പീസസ്, കല്ലിൻ്റെ കഷ്ണങ്ങൾ വയ്ക്കാം. ഗ്രാസ് ക്യാൻ ബി ഗ്രോൺ ഇൻ ദ സ്പേസസ് ബിറ്റ്വീൻ ദ റോക്ക് പീസസ്. കല്ലിൻ്റെ ഇടയിൽ എന്താവും? പുല്ലുകൾ വളരും. It will pleasing to the eyes and there will be no hindrance of water to percolate. അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുപോലെ തന്നെ മഴ പെയ്യുമ്പോൾ എന്താണ്? വെള്ളം ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങിപ്പോവും. ഇവിടെ ഇതിൻ്റെ കൂടെ ഒരു ചിത്രം കൊടുത്തില്ലേ? ഇതുപോലെ നമ്മൾ കല്ല് വിരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലൊക്കെ പുല്ലുകൾ വളരും. അപ്പോൾ കാണാൻ എന്തായിരിക്കും? കാണാൻ നല്ല ഭംഗിയുണ്ടാകും. മാത്രമല്ല മഴ പെയ്ത് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ഭൂമിക്കടിയിലേക്ക് ഊർന്നിറങ്ങിപ്പോവാൻ അത് സഹായിക്കും. റെഡി? നോക്കാം എന്തൊക്കെയാണ് സൊല്യൂഷൻസ്. നമ്മളിവിടെ 2 ഇത് പറഞ്ഞു അല്ലേ? സയൻറ്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെൻ്റ് ആണ് പറയുന്നത്. അതിലൊന്ന് ടെറേസ്ഡ് ഫാമിംഗ്, അതുപോലെ തന്നെ എന്താണ്? ഫ്രൂട്ട് ബിയറിംഗ് ട്രീസ് കൾട്ടിവേറ്റ് ചെയ്യുക. എവിടെ? സ്റ്റീപ്പ് ഹിൽസ് ഓഫ് മൗണ്ടൻസ്. ഇതിനടുത്ത് നോക്കുക. മൂന്നാമത്തത്, ഇൻസ്റ്റെഡ് ഓഫ് കോൺക്രീറ്റിന് പകരം യൂസ് ലോക്കലി അവൈലബിൾ റോക്സ് ആൻഡ് വുഡ് ടു ക്രിയേറ്റ് ചെക്ക് ഡാം അലോങ് ദ ഹിൽ സ്ലോപ്പ്. കുന്നിൻ ചെരുവുകളിലൊക്കെ ഡാമുകൾ ഉണ്ടാക്കുന്നതിന് കോൺക്രീറ്റിന് പകരം എന്ത് ചെയ്യുക? കല്ലുകളെ വെച്ചുകൊണ്ടുള്ള ഡാമുകൾ ഉണ്ടാക്കുക. ദെൻ കൺസ്ട്രക്റ്റ് എർത്തൻ വാൾസ് ഫോർ സോയിൽ കൺസർവേഷൻ. എന്താണ്? എർത്തൻ വാൾസ് ഉണ്ടാക്കുക, അതായത് വരമ്പ് കെട്ടിക്കൊടുക്കുക. എന്തിനാണ്? സോയിൽ കൺസർവേഷൻ, മണ്ണ് ഒലിച്ച് പോവാതിരിക്കാൻ വരമ്പുകൾ കെട്ടിക്കൊടുക്കുക.
അവോയ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ലൈക്ക് ടാപ്പിയോക്ക, യാം എക്സെട്ര. എന്താണ്? കുന്നിൻ ചെരുവുകളിലെ പൂള പോലെയുള്ള വിളകൾ എന്ത് ചെയ്യുക? കൃഷി ചെയ്യാതിരിക്കുക. അതിൻ്റെ കാരണം എന്താണ്? അത് കുറേ കുഴിച്ചിട്ട് വെക്കേണ്ടതാണ്. കുന്നിൻ ചെരുവുകൾ കുഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേൽമണ്ണ് ഇളക്കുകയും ഉള്ളിലുള്ള വെള്ളം ശക്തമായിട്ട് പൊട്ടി പുറത്തേക്ക് വരികയും ഉരുൾപൊട്ടലിനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൂടുതൽ ഡിഗ് ചെയ്യാനുള്ള ആവശ്യമില്ലാത്ത വിളകൾ എന്ത് ചെയ്യുക? കൃഷി ചെയ്യുക. ദെൻ പ്ലാന്റ് ട്രീസ് ഓൺ ബാരൻ ലാൻഡ്. വരണ്ടുണങ്ങി കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. അല്ലെങ്കിൽ തരിശ് ഭൂമിയിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക. ഡു നോട്ട് ഡംപ് ഹൗസ് ഹോൾഡ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഇൻ ടു വാട്ടർ ബോഡീസ്. എന്ത് ചെയ്യരുത്? ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ഒന്നും എന്ത് ചെയ്യരുത്? വാട്ടർ ബോഡീസിലേക്ക് വലിച്ചെറിയരുത്. പുഴകളിലേക്കും തടാകങ്ങളിലേക്കൊന്നും ഇൻഡസ്ട്രിയൽ വേസ്റ്റ്, അത് വാട്ടർ വേസ്റ്റ് ആണെങ്കിലും അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിലും ഒന്നും ഇടാൻ പാടില്ല. ദെൻ പ്രൊട്ടക്റ്റ് പാഡി ഫീൽഡ്. നമ്മുടെ നെൽപ്പാടങ്ങളൊക്കെ സംരക്ഷിക്കുക. പോൺസ്, കുളങ്ങൾ, ലേക്സ്, റിവർ ബാങ്ക്സ് ഫ്രം ദ റിക്ലമേഷൻ. അല്ലേ? ഇതൊക്കെ ഇപ്പം നമ്മുടെ നദീ തീരങ്ങൾ, അതുപോലെ തന്നെ തോടുകൾ, പാടങ്ങൾ, കുളങ്ങളൊക്കെ നികത്തുകയാണ് ഇപ്പോൾ ബിൽഡിംഗ് എടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്നും നികത്താതിരിക്കുക. അതൊക്കെ എന്ത് ചെയ്യുക? പ്രൊട്ടക്റ്റ് ചെയ്യുക. അതൊക്കെ പ്രകൃതിയാലുള്ള ജലസംരക്ഷണത്തിൻ്റെ സ്രോതസ്സുകളാണ്. ഓക്കെ. Then you must be wondering whether the above said activities are possible in our country. അല്ലേ? ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് സാധ്യമായത് തന്നെയല്ലേ? We have before as example of Relegan Siddhi of Maharashtra. എന്താണ്? റിലഗൻ സിദ്ധിയിലെ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ നമുക്ക് തോന്നും ഇതൊക്കെ നടക്കുമോ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണോ, ഇതൊക്കെ ചെയ്താൽ വിജയത്തിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് തോന്നും. അങ്ങനെ തോന്നുന്നവർക്കാണ് പറയുന്നത് ഹിയർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് റിലഗൻ സിദ്ധി ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ ഒരു ഗ്രാമമാണിത്, റിലഗൻ സിദ്ധി. ആ ഗ്രാമത്തിൻ്റെ ഒരു കഥ ഇവിടെയുണ്ട്. എന്താണ് നോക്ക് നമുക്ക്. സക്സസ് സ്റ്റോറി ഓഫ് റിലഗൻ സിദ്ധി. റിലഗൻ സിദ്ധിയുടെ വിജയഗാഥ വായിച്ചു നോക്ക്. എന്താണ് റിലഗൻ സിദ്ധി? റിലഗൻ സിദ്ധി ഇസ് എ സ്മോൾ വില്ലേജ് ഇൻ ദ അഹമ്മദ് നഗർ ഡിസ്ട്രിക്ട് ഓഫ് മഹാരാഷ്ട്ര. മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗർ ജില്ലയിലുള്ള ഒരു വില്ലേജാണ് എന്ത്? റിലഗൻ സിദ്ധി. ഇറ്റ് ഹാസ് ആൻ ആവറേജ് ആനുവൽ റെയിൻഫോൾ ഓഫ് ലെസ് ദാൻ 50 സെൻറ്റിമീറ്റർ ആൻഡ് ദ ടു ഈസ് ഇറഗുലർ. അവിടെ 50 സെൻറ്റിമീറ്ററിൽ താഴെയാണ് അവിടുത്തെ വാർഷിക വർഷപാതം. വർഷത്തിൽ മഴ കിട്ടുന്നത് 50 സെൻറ്റിമീറ്ററിൽ താഴെയാണ്. അതിന് എന്താണ്? ടു ഇറഗുലർ, പലപ്പോഴായിട്ടാണ് കിട്ടുന്നത്, ഒരു പ്രത്യേക സമയത്തൊന്നുമല്ല. ഗ്രൗണ്ട് വാട്ടർ ലെവൽ മോർ ദാൻ 20 മീറ്റർ ബിലോ ദ സർഫേസ്. ഗ്രൗണ്ട് വാട്ടർ എന്താണ്? ഭൂമിക്കടിയിലെ 20 മീറ്ററിനും താഴെയാണ് അവിടുത്തെ ഗ്രൗണ്ട് വാട്ടർ ലെവലുള്ളത്. പിന്നെയോ 20 മീറ്ററിനും താഴെയാണ് അവിടെ എന്തുള്ളത്? ഗ്രൗണ്ട് വാട്ടർ ഉള്ളത്. ഭൂമിക്കടിയിലെ വെള്ളം കിട്ടണമെങ്കിൽ 20 മീറ്ററിലധികം കുഴിച്ച് പോകണം. വെൽസ് ദാറ്റ് സ്റ്റാർട്ട് ഡ്രൈയിങ് വെൻ ദ സമ്മർ ബെഗിൻ. സമ്മർ തുടങ്ങുമ്പോൾ തന്നെ, വേനൽ തുടങ്ങുമ്പോൾ തന്നെ അവിടെയുള്ള കിണറുകളൊക്കെ വറ്റിപ്പോകും. സിവിയർ വാട്ടർ സ്കേഴ്സിറ്റി, ഹൈ റേറ്റ് ഓഫ് സോയിൽ ഇറോഷൻ, ലാക്ക് ഓഫ് വെജിറ്റേറ്റീവ് കവർ, അല്ലേ? അൺസ്റ്റേബിൾ അഗ്രികൾച്ചറൽ പ്രൊഡക്ഷൻ ഡ്യൂ ടു ദ ഡിപ്പെൻഡൻസ് ഓഫ് റെയിൻഫോൾ, അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് പോവർട്ടി were the story of റിലഗൻ സിദ്ധി till 1975. എന്താണ്? 1975 വരെ അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു? അവിടെ വാട്ടർ സ്കേഴ്സിറ്റി, ജലക്ഷാമം വളരെ കൂടുതലായിരുന്നു, മണ്ണ് ഒലിപ്പ് വളരെ കൂടുതലായിരുന്നു, അതുപോലെ തന്നെ വെജിറ്റേഷൻ കവർ ഉണ്ടായിരുന്നില്ല, സസ്യങ്ങളൊന്നും വളർന്നിരുന്നില്ല, അതുപോലെ തന്നെ അഗ്രികൾച്ചറൽ പ്രൊട്ടക്ഷൻ, റെയിൻഫോൾ കുറവായതുകൊണ്ട് തന്നെ കാർഷിക ഉൽപ്പാദനം വളരെ കുറവായിരുന്നു, തൊഴിലില്ലായ്മയും ദാരിദ്ര്യവുമൊക്കെ ആയിരുന്നു അവിടുത്തെ. ശ്രീ ബാബുറാവ് ഹസാറെ ഹു റിട്ടയർഡ് ഫ്രം മിലിറ്ററി സർവീസ് ഇൻ 1975. 1975 പട്ടാളത്തിൽ നിന്ന് വിരമിച്ച ഒരാളാണ് ആര്? ശ്രീ ബാബുറാവ് ഹസാറെ. ഓർഗനൈസ്ഡ് ദ വില്ലേജ് യൂത്ത് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റിലഗൻ സിദ്ധി. റിലഗൻ സിദ്ധിയിലെ യുവാക്കളെ മുഴുവൻ അദ്ദേഹം എന്ത് ചെയ്തു? സംഘടിപ്പിച്ചു. ഹി ക്രിയേറ്റഡ് പബ്ലിക് അവയർനെസ് ഓൺ വാരിയസ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റ്
ഓഫ് ദ ഗവൺമെൻറ്. ഹി ക്രിയേറ്റഡ് പബ്ലിക് അവയർനെസ്. അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരിച്ചു. എന്തിനെക്കുറിച്ചിട്ടാണ്? വാരിയസ് അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ഓഫ് ഗവൺമെൻറ്. സർക്കാരിൻ്റെ വിവിധ കാർഷിക പദ്ധതികളെക്കുറിച്ച് അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരിച്ചു. ഹി സെർച്ച്ഡ് ഫോർ ബെറ്റർ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് ആൻഡ് ട്രൈഡ് ഡിസ്കസിങ് ദം വിത്ത് വില്ലേജസ്. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാർഷിക രീതികൾ അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്തുകയും അതെന്ത് ചെയ്തു? ആ ഗ്രാമത്തിലുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യുകയും ചെയ്തു എന്നാണ്. 1975 ശേഷം ബാബുറാവ് ഹസാറയാണ് ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അവിടെ നേതൃത്വം കൊടുത്തിട്ടുള്ളത്. ഇറ്റ് വാസ് ദെൻ ഡിസൈർഡ് ടു കൾട്ടിവേറ്റ് ഓനിയൻ ഇൻസ്റ്റെഡ് ഓഫ് ഷുഗർ കെയിൻ വിച്ച് റിക്വയർസ് മോർ വാട്ടർ. ദെൻ അതിനുശേഷം വന്നൊരു മാറ്റം എന്തായിരുന്നു? ഷുഗർ കെയിൻ, കരിമ്പ് കൃഷി ചെയ്യുന്നതിന് പകരം എന്താക്കി? ഓനിയൻ കൃഷി ചെയ്തു. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഷുഗർ കെയിൻ കൂടുതൽ വെള്ളത്തെ വലിച്ചെടുക്കുന്നതാണ് എന്ത്? ഒനിയൻ. ദേ ഡിസ്കറേജ്ഡ് ദ കൺസ്ട്രക്ഷൻ ഓഫ് പ്രൈവറ്റ് വെൽസ്. അവിടെ സ്വകാര്യമായി കിണറുകൾ ഉണ്ടാക്കുന്നതിന് എന്ത് ചെയ്തു? ഡിസ്കറേജ് ചെയ്തു, അതിനെ നിരുത്സാഹപ്പെടുത്തി. ഇൻസ്റ്റഡ് ഇമ്പോർട്ടൻസ് വാസ് ഗിവൻ ടു പബ്ലിക് വെൽസ്. അതിന് പകരം പൊതുവായ കിണറുകൾ ഉണ്ടാക്കുന്നതിനെ പ്രോത്സാഹിപ്പിച്ചു. ടുഡേ, ഇന്ന്, ദ വില്ലേജ് ഹാസ് 7 പബ്ലിക് വെൽസ്. ആ ഗ്രാമത്തിൽ 7 പൊതു കിണറുകളുണ്ട്. ആൻഡ് പ്ലെൻറ്റി ഓഫ് വാട്ടർ. ധാരാളം വെള്ളവും ആ കിണറുകളിൽ കിട്ടുന്നുണ്ട്. എങ്ങനെയുള്ള പ്രദേശമായിരുന്നു? ഒരു കാലത്ത് വരണ്ടുണങ്ങി കൃഷി ചെയ്യാൻ കഴിയാതെ ആളുകൾ തൊഴിലില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞു കൂടിയ ഒരു പ്രദേശമായിരുന്നു. അവിടെ ഇപ്പോൾ എന്തുണ്ട്? 7 പൊതു കിണറുകളും അതിൽ ആവശ്യത്തിന് വെള്ളവുമുണ്ട്. ദേ ഹാവ് മൈനർ ഇറിഗേഷൻ പ്രോജക്റ്റ് ടു സപ്ലൈ വാട്ടർ ഓൾ ഓവർ ദ വില്ലേജസ്. അവർക്ക് അവരുടെ ഗ്രാമത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നതിന്, ഈ പൊതു കിണറുകളിൽ നിന്ന് വെള്ളം എത്തിക്കുന്നതിനുള്ള എന്തുണ്ട്? ഇറിഗേഷൻ പ്രോജക്റ്റുകൾ, ജലസേചന പദ്ധതികൾ അവർക്കുണ്ട്. സോയിൽ കൺസർവേഷൻ ഹാസ് ബിക്കം പാർട്ട് ഓഫ് ദിയർ ലൈഫ്. മണ്ണിൻ്റെ സംരക്ഷണം എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറി. ടുഡേ, ഇന്ന്, ദ വില്ലേജ് ഹാസ് ആൻ ഇൻ്റർമീഡിയറ്റ് കോളേജ്. ഇന്ന് അവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് കോളേജ് ഉണ്ട്, സ്കൂളുകളുണ്ട്, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആൻഡ് അതർ ഫെസിലിറ്റീസ്. ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ ഇന്ന് ആ പ്രദേശത്തുണ്ട്. അപ്പോൾ ഒരു കാലത്ത് വെള്ളമില്ലാതെ, കൃഷി ചെയ്യാൻ കഴിയാതെ, തരിശായി കിടന്ന്, ജോലിയില്ലാതെ പട്ടിണി കിടന്നിരുന്ന ഒരു പ്രദേശമായിരുന്നു റലേഗൻ സിറ്റി. ആ പ്രദേശം ശ്രീ ബാബുറാവ് ഹസാറയുടെ നേതൃത്വത്തിൽ അവിടെ മാറ്റിയെടുത്തു. അവിടുത്തെ കൃഷിരീതികൾ മാറ്റിയെടുത്തു, അവിടെ കിണർ കുഴിക്കുന്നത് മാറ്റിയെടുത്തു. ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് ആ പ്രദേശത്തെ കൈകാര്യം ചെയ്തപ്പോൾ ആ പ്രദേശം വലിയ സാമ്പത്തിക നേട്ടമുള്ള പ്രദേശമായിട്ട് മാറി. ഓക്കെ, ദിസ് ഇസ് ഇനഫ് അബൌട്ട് ദ ഹൈഡ്രോസ്ഫിയർ. റെഡിയല്ലേ? ദെൻ ഇന്നൊരു ഫോളോ അപ്പ് വർക്ക് വേണ്ട. ഇന്നത്തെ നമ്മുടെ ഫോളോ അപ്പ് വർക്ക് വേണം. എന്താണ് ഇന്നത്തെ ഫോളോ അപ്പ് വർക്ക് തരാം? ഇന്നത്തെ ഫോളോ അപ്പ് വർക്ക് ഈ പ്രൊജക്റ്റാണ്. എന്താണ്? ദ പ്രൊജക്റ്റ് ഏതിനെ കുറിച്ചിട്ടുള്ളതാണ്? നിങ്ങളുടെ പ്രദേശത്തെ ശുദ്ധജല സ്രോതസ്സുകളെ കുറിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. അപ്പോൾ അതിലെന്തൊക്കെ വരണം? ഒന്ന്, നിങ്ങളുടെ പ്രദേശത്തെ പ്രധാനപ്പെട്ട ശുദ്ധജല സ്രോതസ്സുകൾ ഏതൊക്കെയാണെന്ന് വരണം. ദെൻ സോഴ്സ് ഓഫ് പൊള്യൂഷൻ, അതൊക്കെ മലിനമാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വരണം. ദെൻ ഇഫക്ട്സ് ഓഫ് പൊള്യൂഷൻ ഓൺ മാൻ ആൻഡ് അതർ ആനിമൽസ്, ഇങ്ങനെ മലിനമാകുന്നത് കൊണ്ട് ജനങ്ങൾക്കും മറ്റു മൃഗങ്ങൾക്കുമുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വരണം. ദെൻ സൊല്യൂഷൻസ്, അതിനുള്ള ഒരു പരിഹാര മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ നിങ്ങളുടെ പ്രദേശത്തെ ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രൊജക്റ്റ് തയ്യാറാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഫോളോ അപ്പ് വർക്ക്. റെഡി?